മനുഷ്യൻ്റെ സ്വഭാവം രണ്ടു തരമാണ്. ആവശ്യമുള്ളപ്പോൾ അവർ തേൻ പോലെ മധുരമായി സംസാരിക്കുന്നു. ആവശ്യം കഴിഞ്ഞാലോ അവർ തേളിനെപ്പോലെ കുത്തി സംസാരിക്കുന്നു. ദേഷ്യത്തിലായിരിക്കുമ്പോൾ ഉയർന്ന ശബ്ദത്തിൽ സംസാരിക്കാൻ ആത്മബലത്തിൻ്റെ ആവശ്യമില്ല. എന്നാൽ ദേഷ്യം വരുമ്പോൾ നിശബ്ദമായിരിക്കാൻ ആത്മബലം ഉള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മുടെ ഓരോ വാക്കുകളും ചിലപ്പോൾ ചിലരുടെ ജീവിതം തന്നെ മാറ്റിയേക്കാം. അതുകൊണ്ട് വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. തെറ്റായ സമയത്ത് ഒരു തെറ്റായ വാക്ക് എല്ലാം ഇല്ലാതെ ആക്കിയേക്കാം. അത് ചിലപ്പോൾ നല്ലൊരു കുടുംബജീവിതം, സൗഹൃദം, വർഷങ്ങളുടെ കഠിനാധ്വാനം, ചിലപ്പോൾ ജീവിതം തന്നെ. അതുകൊണ്ട് വാക്കുകൾ സൂക്ഷിക്കുക. നിങ്ങളുടെ ജീവിതം വളരെ ചെറുതാണ്. ശരിയായ രീതിയിൽ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുക, അല്ലാത്തവരെ മറക്കുക. സംഭവിച്ചതിന് എല്ലാത്തിനും ക്ഷമ ചോദിക്കുക. എന്തിനെയാണോ നമ്മൾ ഭയക്കുന്നത് അതിനെതിരെ നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങണം. കാരണം ചിന്തയിലൂടെ അല്ല പ്രവർത്തനത്തിലൂടെയാണ് ആത്മവിശ്വാസവും ധൈര്യവും വളർന്നു വരുന്നത്. നുണകൾ പറഞ്ഞ് മറ്റുള്ളവരെ കബളിപ്പിക്കുമ്പോൾ യഥാർത്ഥ ബന്ധങ്ങൾക്ക് ആവശ്യമായ വിശ്വാസവും സത്യസന്ധതയും നാം തകർക്കുന്നു. ബഹുമാനം, മനസ്സിലാക്കൽ, സഹാനുഭൂതി, സത്യസന്ധത എന്നിവയാണ് ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ. അറിവിനേക്കാൾ മഹത്തരമാണ് മനസ്സിലാക്കൽ. നിങ്ങളെക്കുറിച്ച് അറിഞ്ഞവർ ഏറെയുണ്ടാകും, മനസ്സിലാക്കിയവർ അപൂർവവും. ദേഷ്യത്തിലായിരിക്കുമ്പോൾ പ്രതികരിക്കരുത്. സന്തോഷത്തിലായിരിക്കുമ്പോൾ വാഗ്ദാനം നൽകരുത്. ദുഃഖിച്ചിരിക്കുമ്പോൾ തീരുമാനം എടുക്കരുത്. നിരന്തര പരിശീലനമാണ് എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനം. ഓരോ പ്രവൃത്തിയും നാളെയെന്നൊന്നുമില്ലാത്ത പോലെ ചെയ്തുകൊണ്ടിരിക്കുക. മനുഷ്യർക്ക് മാറ്റം ഉണ്ടാകുന്നത് രണ്ടു കാരണങ്ങൾ കൊണ്ടാണ്. ഒന്നുകിൽ അവരുടെ ഹൃദയം തുറക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ഹൃദയം തകർക്കപ്പെട്ടിരിക്കുന്നു. ഓരോ പ്രഭാതത്തിനും നന്ദി പറയുക. കാരണം അനേകർ ആഗ്രഹിച്ചിട്ടും കിട്ടാതെ പോയ ദിനങ്ങളിലാണ് നമ്മൾ വീണ്ടും ജീവിക്കുന്നത്. ഇന്നലെ ഉറങ്ങാൻ കിടന്നവരിൽ പലരും ഇന്ന് കാണാതെ മാറ്റപ്പെട്ടവരാണ്. നമുക്ക് കിട്ടിയ സൗഭാഗ്യത്തിൻ്റെ വിലയും മൂല്യവും നമ്മൾ തിരിച്ചറിയണം. ഇന്നു നമ്മൾ എവിടെയാണോ ആയിരിക്കുന്നത് അതിൽ നമ്മുടെ വിജയം കാണുവാൻ ശ്രമിക്കുക. കൊതിച്ച ജീവിതത്തെ മനസ്സിൻ്റെ ഒരു കോണിൽ ഉറക്കിക്കിടത്തി വിധിച്ച ജീവിതവുമായി ജീവിക്കുന്നവരാണ് പലരും. നന്നായി പ്രവർത്തിച്ച ശേഷം സംതൃപ്തിയായിരിക്കുക. മറ്റുള്ളവർ അവർക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങളെക്കുറിച്ച് സംസാരിക്കട്ടെ. ഈ ലോകത്തെ മുഴുവൻ സന്തോഷിപ്പിക്കാനും ആശ്വസിപ്പിക്കാനും നമുക്ക് കഴിയില്ലായിരിക്കാം. എന്നാൽ ഒരുപാട് പേരെ ദുഃഖിപ്പിക്കാതിരിക്കാൻ നമുക്ക് കഴിയും. നാം ഒരിക്കലും നമ്മളെക്കുറിച്ച് മോശമായി ചിന്തിക്കരുത്. ദൈവം അതിനായിട്ട് മറ്റുള്ളവരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. വയറ്റിലെത്തിയ വിഷം ഒരാളെ മാത്രം കൊല്ലുമ്പോൾ ചെവിയിലെത്തിയ വിഷയം നിരവധി ബന്ധങ്ങളെയും ബന്ധുക്കളെയും കൊല്ലുന്നു. അറിയുന്നവർ പലരും ഉണ്ടാകും, മനസ്സിലാക്കുന്നവർ ചുരുക്കം. ഏതാണോ മൗനത്തെപ്പോലും തിരിച്ചറിഞ്ഞ് മനസ്സറിയുന്നവരാണ്. സ്നേഹിക്കാനും മനസ്സിലാക്കാനും ഒരാൾ വേണം എന്നത് പ്രണയം ഒന്നുമല്ല. മനസ്സിൻ്റെ സങ്കടങ്ങൾ വാക്കിലൂടെ അല്ലാതെ മനസ്സിലാക്കുന്ന ഒരാൾ, ചെറിയൊരു മൗനത്തിൽ പോലും വേദനിക്കുന്ന ഒരാൾ, നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാൾ. അങ്ങനെ ഒരാളെ കിട്ടുന്നവർ ഭാഗ്യമുള്ളവരാണ്. ബുദ്ധിമതിയായ സ്ത്രീകൾ തൻ്റെ കുടുംബജീവിതത്തിലെ തീരുമാനങ്ങൾ മറ്റൊരാളോട് വെളിപ്പെടുത്തില്ല. നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക, മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യുക, നല്ലതിനു വേണ്ടി പ്രാർത്ഥിക്കുക. എങ്കിൽ ഇവയൊക്കെ നിങ്ങൾക്ക് നിശ്ചയമായും തിരികെ ലഭിക്കും. ജീവിതത്തിൽ ജീവൻ ഉണ്ടാകുന്നത് അത് ആസ്വദിക്കാൻ കഴിയുമ്പോൾ മാത്രമാണ്. എല്ലാം കഴിയട്ടെ എന്ന് വെച്ചാൽ ഒന്നുകിൽ ജീവിതം വാർദ്ധക്യത്തിലേക്ക് കൊണ്ടുപോകും, ഇല്ലെങ്കിൽ മരണം കൊണ്ടുപോകും. നാളേക്ക് വേണ്ടിയാണ് പലരും ഇന്നത്തെ പകൽ നഷ്ടമാക്കുന്നത്. ഒരുപാട് യാത്ര ചെയ്യണം, ഇഷ്ടമുള്ളത് കഴിക്കണം, ചിരിക്കണം, അതുപോലെ തന്നെ ചിരിപ്പിക്കണം, കരയുന്നവരെ ആശ്വസിപ്പിക്കണം. എന്നിട്ടും നേരത്തെ മരിച്ചുപോയാൽ ഓർക്കാനെങ്കിലും ഒരുപാട് പേരുണ്ടാകും നമ്മളെ.
നമ്മളൊരു ബന്ധത്തെ വില കുറച്ച് കാണുകയോ അല്ലെങ്കിൽ അമിത പ്രാധാന്യം നൽകുകയോ ചെയ്യുമ്പോഴാണ് ബന്ധങ്ങളിൽ ഏറ്റവും കൂടുതൽ വിള്ളൽ വീഴുന്നത്. ഇഷ്ടമില്ലാത്ത ഒരാളോട് നിങ്ങൾ മാന്യമായി സഹകരിക്കുന്നതിൻ്റെ അർത്ഥം നിങ്ങൾ ഒരു ബുദ്ധിശൂന്യൻ ആണെന്നല്ല, പകരം നിങ്ങൾക്ക് ആ വ്യക്തിയെ അച്ചടക്കത്തോടെ കൈകാര്യം ചെയ്യാനുള്ള പക്വത ഉണ്ടെന്നാണ്. സ്വയം കീഴടങ്ങാൻ തീരുമാനിക്കാതെ ആരും ആരുടെ മുമ്പിലും തകരില്ല. വലിയ ലക്ഷ്യങ്ങളിലേക്കാണ് യാത്രയെങ്കിൽ ചെറിയ പരിഹാസങ്ങൾ പാടെ അവഗണിക്കണം. ശരിയായ സമയം ഒത്തുവരും. എന്ത് വിചാരിച്ച് കാത്തിരിക്കരുത്. ഇപ്പോൾ എവിടെയാണ് ഉള്ളത് അവിടെ നിന്നും തുടങ്ങുക. ആ യാത്രയിൽ നമുക്ക് വേണ്ട ഉപകരണങ്ങളെല്ലാം താനേ വന്നു ചേർന്നുകൊള്ളും. ആർക്കും കൊടുക്കാത്ത ഒരു സ്നേഹം നമ്മൾ ഒരാൾക്ക് നൽകുമ്പോൾ ആരും തരാത്ത ഒരു സങ്കടം തിരിച്ചു തരാനുള്ള അവസരം കൂടിയാണ് നമ്മൾ അയാൾക്ക് നൽകുന്നത് എന്ന് ഓർത്തുവെക്കേണ്ടത് നമുക്ക് എല്ലായ്പ്പോഴും നല്ലതാണ്. നമുക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നത് ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ശക്തിയെ പുറത്തെടുക്കാനുള്ള മാർഗമാണെന്ന് മനസ്സിലാക്കുക. ചില ബന്ധങ്ങൾ അതിരുകടന്നാൽ അവസാനം ഒരുപാട് വേദനകൾ നമുക്ക് സമ്മാനിക്കും. പക്ഷേ അതിനൊരിക്കലും അവരെ കുറ്റപ്പെടുത്തരുത്. കാരണം നമ്മൾ തന്നെയാണ് അതിനുള്ള അവസരം നൽകിയത്. അത് മനസ്സിലാക്കുക. മറ്റുള്ളവരൊക്കെ എന്ത് ചെയ്തോട്ടെ, ഞാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്യും എന്നുള്ള ഉറപ്പാണ് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത്. നമുക്ക് ഈ ജന്മത്തിൽ ആരോഗ്യം തന്നെയാണ് ഏറ്റവും വലിയ സമ്പത്ത്. മനസ്സ് സംതൃപ്തിയാണ് ഏറ്റവും വലിയ നിധിയും. ആത്മവിശ്വാസമാണ് ഏറ്റവും വലിയ സുഹൃത്ത്. ആഗ്രഹിച്ച രീതിയിൽ ജീവിതത്തിൽ എല്ലാം സംഭവിക്കണമെന്നില്ല. ഇപ്പോഴുള്ളത് എങ്ങനെ മെച്ചപ്പെടുത്താം എന്നാണ് ചിന്തിക്കേണ്ടത്. തളർത്താനും തള്ളിപ്പറയാനും പലരും ശ്രമിച്ചേക്കാം. ഉപദേശങ്ങൾ ആരിൽ നിന്നും സ്വീകരിക്കാം. ഓർക്കുക, നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ജീവിതം മനോഹരമാക്കുന്നത്. ദേഷ്യവും സങ്കടവും നിയന്ത്രിക്കാൻ കഴിയാത്തവരെ ഒരിക്കലും അകറ്റി നിർത്തരുത്. കാരണം അവരുടെ സ്നേഹം അത്രത്തോളം സത്യവും അതിരില്ലാത്തതും ആയിരിക്കും. വിജയത്തിൻ്റെ തൊട്ടുമുൻപിൽ എത്തി എന്ന് തിരിച്ചറിയാതെ പരിശ്രമം അവസാനിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ പരാജയം. ആത്മവിശ്വാസം നഷ്ടപ്പെടലാണ് യഥാർത്ഥ തോൽവി. വേഷത്തിൻ്റെയും നിറത്തിൻ്റെയും പേരിൽ ആരെയും ആർക്കും വിലയിരുത്തുവാൻ ആകില്ല. അങ്ങനെ വിലയിരുത്തുന്നവരും ഏതെങ്കിലും ഒരു നിറത്തിലുള്ളവരായിരിക്കും. എല്ലാം തികഞ്ഞ ഒരു സൃഷ്ടിയുമില്ല. ഈ ലോകത്തെയും ഒരു അത്ഭുതശേഷിയും ഇല്ലാത്തവരായും ആരുമുണ്ടാകില്ല. നമ്മളുമായി അധികം സൗഹൃദത്തിൽ അല്ലാത്തയാളാകാം നമ്മളെക്കുറിച്ച് ഏറ്റവും അറിവുള്ളയാൾ. എന്നാൽ നമ്മളെ ഏറ്റവും വെറുക്കുന്ന നമ്മളെ അടുത്തറിയുന്ന ആളുമായിരിക്കും. ഞാനെന്ന ഭാവം ഉപേക്ഷിക്കുക. നമ്മളെന്ന ചിന്ത വളർത്തുക. അഹംഭാവത്തെ മറികടക്കുക. സ്നേഹത്തിന് വില കൽപ്പിക്കുക. ചിരികൊണ്ട് അകലം കുറക്കുക. അപവാദങ്ങളെ അവഗണിക്കുക. നമ്മളെ ക്ഷമിക്കാൻ പഠിപ്പിക്കുന്ന ചിലരുണ്ട്. എത്രയൊക്കെ ദേഷ്യത്തോടെ സംസാരിച്ചാലും നമ്മളോട് ഒത്തിരി സ്നേഹത്തോടെ പെരുമാറുന്നവർ. അവർക്ക് ദേഷ്യം വരാഞ്ഞിട്ടല്ല, അവരുടെ ദേഷ്യത്തിന് പോലും നമ്മളോട് സ്നേഹമാണ്. ചിലരുടെ മുന്നിലും പിന്നിലും നടക്കാൻ തയ്യാറായി ഒട്ടേറെ പേരുണ്ടാകും. നമ്മളൊക്കെ വിജയിച്ചാൽ ഒരടി മുന്നിലാണ്. അവർ തോറ്റാലോ പിന്നെ തിരിഞ്ഞു നോക്കണം. അവരെ കാണാൻ ചിലപ്പോൾ കൺവെട്ടത്ത് പോലും ഉണ്ടാവില്ല. ഈ ഒപ്പം നടക്കാനുള്ള ആളുകളുടെ എണ്ണമാണ് കുറവ്. ഒപ്പമാകുമ്പോൾ എല്ലാ ബുദ്ധിമുട്ടുകളെയും ഒരുമിച്ച് നേരിടണം. മറ്റുള്ളവരെ പോലെ ആവുക എന്നതല്ല, ഞാൻ എങ്ങനെയാണോ അതിൽ നിന്നും കുറെ കൂടി മെച്ചപ്പെടുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം ആവേണ്ടത്. ഒരു യഥാർത്ഥ സ്ത്രീ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പണമോ പ്രശസ്തിയോ ഒന്നുമല്ല. അവൾ ആഗ്രഹിക്കുന്നത് യഥാർത്ഥ സ്നേഹവും വിശ്വാസവും ആണ്. അതുപോലെ തന്നെ കരുതലുമാണ്. ആഗ്രഹിച്ച രീതിയിൽ ജീവിതത്തിൽ എല്ലാം സംഭവിക്കണമെന്നില്ല. ഇപ്പോഴുള്ളത് എങ്ങനെ മെച്ചപ്പെടുത്താം എന്നാണ് ചിന്തിക്കേണ്ടത്. തളർത്താനും തള്ളിപ്പറയാനും പലരും ശ്രമിച്ചേക്കാം. ഉപദേശങ്ങൾ ആരിൽ നിന്നും സ്വീകരിക്കാം. ഓർക്കുക, നമ്മുടെ ചിന്തകളാണ് ജീവിതം മനോഹരമാക്കുന്നത്. ഓരോ പ്രഭാതത്തിനും നന്ദി പറയുക. കാരണം
അനേകർ ആഗ്രഹിച്ചിട്ടും കിട്ടാതെ പോയ ദിനങ്ങളിലാണ് നമ്മൾ വീണ്ടും ജീവിക്കുന്നത്. ഇന്നലെ ഉറങ്ങാൻ കിടന്നവരിൽ പലരും ഇന്ന് കാണാതെ മാറ്റപ്പെട്ടവരാണ്. നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മുടെ കൂടെ വേണമെന്ന് ഒരിക്കലും വാശി പിടിക്കരുത്. കാരണം അവർക്ക് അവർ സ്നേഹിക്കുന്നവർ കൂടെ വേണം എന്നാകും ആഗ്രഹം. ചെറിയ ചെറിയ വാശികൾ നല്ലതാണ്. ആരെയും തോൽപ്പിക്കാനല്ല, നമുക്ക് ജയിക്കാനും അല്ല, സ്വന്തം നിലപാടിൽ ജീവിക്കാൻ. ആർക്കും നിങ്ങളെ ഇഷ്ടമല്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾ നല്ലവനല്ല എന്നല്ല, നിങ്ങൾ ഇനിയും ജീവിതത്തിൽ അഭിനയിക്കാൻ പഠിച്ചിട്ടില്ല എന്നാണ്. നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാൾ എപ്പോഴും നിങ്ങളുടെ പിന്നാലെ ഉള്ളപ്പോൾ ആ സ്നേഹം ഒരിക്കലും മനസ്സിലാകില്ല. അതൊരു പക്ഷേ ശല്യമായി തോന്നിയേക്കാം. ഒരു വേള തിരിഞ്ഞു നോക്കുമ്പോൾ അവരെ കാണുന്നില്ല എങ്കിൽ അവരുടെ സാമീപ്യം എത്രത്തോളം വിലപ്പെട്ടതായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കൂ. ആരുടെയെങ്കിലും കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണുനീർ ഉതിരുവാൻ നിങ്ങൾ കാരണമായെങ്കിൽ ഓർക്കുക, കാലം അതിനേക്കാൾ ഇരട്ടി നൊമ്പരങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിവെച്ചിട്ടുണ്ട്. എനിക്കില്ലാത്തത് നിനക്കും വേണ്ട എന്നല്ല, പകരം എനിക്ക് കിട്ടാതെ പോയത് നിനക്ക് കിട്ടട്ടെ എന്ന് ചിന്തിക്കുന്നിടത്താണ് നാം മനുഷ്യരാകുന്നത്. ഇടയ്ക്കൊന്ന് കരയണം, എങ്കിലേ പുഞ്ചിരിക്ക് എത്ര വിലയുണ്ടെന്നറിയൂ. ഇടയ്ക്ക് നഷ്ടം എന്താണെന്നറിയണം, എങ്കിലേ നഷ്ടപ്പെടുന്നത് നമ്മുടെ ജീവിതത്തിലെ എത്ര വിലപ്പെട്ടതാണെന്ന് മനസ്സിലാകൂ. അല്ലെങ്കിൽ സ്നേഹവും ഒരു കാപട്യമായി മാറും. കാരണം കുറ്റങ്ങളും കുറവുകളും ഇല്ലാത്ത മനുഷ്യനില്ല. അത് ഇടയ്ക്കിടെ ഓർമ്മപ്പെടുത്തുമ്പോഴാണ് മനുഷ്യൻ മനുഷ്യനാകുന്നതും ജീവിതം ജീവിതമാകുന്നതും. കാത്തുനിൽക്കാൻ എന്തെങ്കിലുമൊന്ന് ഉണ്ടാവുമ്പോൾ മറ്റെല്ലാം നമുക്ക് മറക്കാനാകുന്നു. സമൂഹത്തിന് ഒരു വേട്ടക്കാരൻ്റെ മനസ്സാണ്. ഇര വീഴുമ്പോഴേ അത് തൃപ്തിയാവൂ എന്നുള്ളതാണ് വാസ്തവം. വീഴുന്നത് വിനോദം മാത്രമല്ല, ഒരു ആഘോഷം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തെ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒരു ലക്ഷ്യത്തിനായി നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾ മറ്റാരുടെയും പ്രചോദനം ആവശ്യമില്ല. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ തന്നെ പ്രചോദനമായി മാറും. ആ വിഷമങ്ങളും പ്രശ്നങ്ങളും ചിലപ്പോൾ നല്ല ഒരു തുടക്കത്തിന് കാരണമായേക്കാം. നല്ല ആഗ്രഹങ്ങൾ മനസ്സിൽ ഒതുക്കാൻ ഉള്ളതെല്ലാം നേടിയെടുക്കാനുള്ളതാണ്. സങ്കടങ്ങൾ നൽകിയ കാലത്തെ വേഗം മറക്കണം. അതു നൽകിയ പാഠത്തെ ഒരിക്കലും മറക്കരുത്. പഠിച്ചും പരീക്ഷിച്ചും പകർത്തിയും തിരുത്തിയും മുന്നോട്ടു പോകാൻ കഴിയണം. നമ്മളെ കേൾക്കുന്നവരോട് സംസാരിക്കുക. സാന്നിധ്യം കൊണ്ട് സന്തോഷിക്കുന്നവർക്ക് വേണ്ടി സമയം കണ്ടെത്തുക. നമുക്ക് ഇടമില്ലാത്തതും നമ്മളെ വേണ്ടാത്തതുമായ ഒരുപാട് മനസ്സുകളുണ്ടാകും. ആ മനസ്സുകളെ ഓർത്ത് വിഷമിക്കാതിരിക്കുക. ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത്. സംതൃപ്തിയാണ് ഏറ്റവും വലിയ നിധി. ആത്മവിശ്വാസമാണ് ഏറ്റവും വലിയ സുഹൃത്ത്. താരതമ്യപ്പെടുത്താനും മത്സരിക്കാനും ശ്രമിക്കാതെ സ്വയം വിശ്വസ്തത പുലർത്തുന്നതിലൂടെ നിങ്ങൾ എല്ലായിടത്തും ബഹുമാനത്തിന് അർഹനാകുന്നു. നിങ്ങൾക്ക് മാത്രമേ നിങ്ങളുടെ സാഹചര്യത്തെ മാറ്റാൻ കഴിയൂ. അതുകൊണ്ട് ഒന്നിനെയും ആരെയും കുറ്റപ്പെടുത്തരുത്. ആഗ്രഹിക്കാം, പക്ഷേ കിട്ടണമെന്ന് വാശി പിടിക്കരുത്. സ്നേഹിക്കാം, പക്ഷേ അവർ തിരിച്ചും സ്നേഹിക്കുമെന്ന് പ്രതീക്ഷിക്കരുത്. കരയാം നമ്മുടെ സങ്കടം തീരുന്നതുവരെ, പക്ഷേ മറ്റൊരാളെ നഷ്ടപ്പെടുത്തരുത്, സങ്കടപ്പെടുത്തരുത്. ചിരിക്കാൻ നമുക്ക് സന്തോഷം വരുമ്പോൾ പക്ഷേ മറ്റൊരാളുടെ വീഴ്ചയിൽ ചിരിക്കരുത്. നമ്മളെ ആരെങ്കിലും ഒഴിവാക്കി എന്ന് തോന്നിയാൽ മനസ്സിലാക്കുക, നമ്മളെക്കൊണ്ടുള്ള ആവശ്യം അവർക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ അവർക്കൊരു അനാവശ്യമാണ്. നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു വ്യക്തി നിങ്ങളെ വേദനിപ്പിച്ചതിൽ ആ വ്യക്തിയെ കുറ്റപ്പെടുത്തരുത്. നിങ്ങൾ അവരിൽ നിന്നും കൂടുതൽ പ്രതീക്ഷിച്ചതിന് സ്വയമേ കുറ്റപ്പെടുത്തുക. നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ആർക്കൊക്കെയോ വേണ്ടി മനസ്സില്ലാ മനസ്സോടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. സന്തോഷത്തിൻ്റെ ഒരു വാതിൽ അടയുമ്പോൾ മറ്റൊന്ന് തുറക്കുന്നു. എന്നാൽ ഇടയ്ക്കിടെ നാം അടഞ്ഞ വാതിലിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണെങ്കിൽ നമുക്കായി തുറന്നുകിടക്കുന്ന വാതിലുകൾ നാം കാണാതെ പോകും. കർമ്മയാണ് എല്ലാത്തിനും വലുത്. അത് ഒരിക്കലും വേർതിരിവുകൾ കാണിക്കില്ല.
നിങ്ങൾ എന്താണോ ചെയ്യുന്നത് നിങ്ങൾക്ക് അതിൻ്റെ ഫലം ലഭിച്ചിരിക്കും. നിങ്ങൾ അറിയാതെ നിങ്ങളെ സ്നേഹിക്കുന്ന സ്ത്രീ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവർ ആയിരിക്കും. സ്വന്തം ജീവിതത്തിൻ്റെ നന്മകൾ ഉൾക്കൊള്ളുന്നത് മറ്റുള്ളവരുടെ സാരോപദേശം നടത്തരുത്. സ്വയം മാറ്റാത്തവനെ മറ്റാർക്കും മാറ്റാൻ കഴിയില്ല. ആത്മാർത്ഥമായി ഒരു സ്ത്രീയെ സ്നേഹിക്കുന്ന പുരുഷൻ അവളുടെ ചെറിയ കാര്യങ്ങൾ വരെ അറിയാൻ താൽപര്യം കാണിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു. ഒരു കാര്യത്തിന് മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്ന, അതുപോലെ തന്നെ ഒരു നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള പുരുഷന്മാരെ സ്ത്രീകൾ ആകർഷിക്കപ്പെടുന്നു എന്ന് പഠനങ്ങൾ പറയുന്നു. ഒരേ ജോലി ചെയ്യുന്നവരുടെ മനോഭാവം വ്യത്യസ്തമാണ്. ചിലർ ശപിച്ചുകൊണ്ട്, മറ്റു ചിലർ വൈബിനു വേണ്ടി, വേറെ ചിലർ ലോകത്ത് ചെയ്യുന്ന കർമ്മം സന്തോഷത്തോടെയും അതൊരു അനുഭവമാക്കി മാറ്റുന്നു. എല്ലാ മുറിവുകളും ഉണക്കാനുള്ള മരുന്നാണ് സ്നേഹം. എന്നാൽ സ്നേഹം മൂലം ഉണ്ടാകുന്ന മുറിവുണക്കാൻ ലോകത്ത് ഇന്നുവരെ ഒരു മരുന്നും കണ്ടുപിടിച്ചിട്ടില്ല. സ്വന്തം താൽപര്യങ്ങൾക്കനുസരിച്ച് യാഥാർത്ഥ്യങ്ങളെ വളച്ചൊടിക്കുന്ന ചിലരുണ്ട്. ദൗർബല്യങ്ങളെ വളച്ചൊടിക്കുന്ന ചിലരുണ്ട്. ദൗർബല്യങ്ങളെയും കുറ്റങ്ങളെയും തിരിച്ചറിയാതെ ഒരു വ്യക്തി പുരോഗതി ഉണ്ടാക്കുവാൻ പ്രയാസമാണ്. അസുഖകരമായ മൃദുല വികാരങ്ങൾക്ക് പകരം മനസ്സിനെ നയിക്കേണ്ടത് ആരോഗ്യപരവും ശക്തവും യുക്തിപരവുമായ തീരുമാനം കൊണ്ടാണ്. ആരും ഒരുപാട് നിഷ്കളങ്കരും പാവവും ആകരുത്. അങ്ങനെ ആയാൽ എല്ലാവരും നിങ്ങളെ ചവിട്ടിത്താഴ്ത്താൻ ശ്രമിച്ചു കൊണ്ടിരിക്കും. തെറ്റും ശരിയും തുറന്നു പറയേണ്ടിടത്ത് പറഞ്ഞു തന്നെ ശീലിക്കുക. ഹൃദയം ഒരു വിചിത്രമായ ജയിലാണ്. അവിടെ കുറ്റം ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടുന്നില്ല. അതിവേഗം ജീവിതം മുന്നോട്ടു പോകുന്നിടയ്ക്ക് ഒന്ന് വഴുതി വീഴുന്നത് ചിലപ്പോഴൊക്കെ നല്ലതാണ്. കണ്ടിട്ടും കാണാതെ പോകുന്നവരെയും മറ്റു മാർഗമില്ലാത്തതുകൊണ്ട് കണ്ടില്ലെന്ന് നടിക്കുന്നവരെയും ഒക്കെ നമുക്ക് അവിടെ കണ്ടുമുട്ടാം. ചിരി ഒരു മറയാണ്. ചിലപ്പോഴൊക്കെ നീറുന്ന നോവുകൾ ഏറ്റവും ഭംഗിയായി ഒളിപ്പിച്ച് പുറത്തുനിന്ന് നോക്കിയാൽ ഏതു വേദനകളെയും ഏറ്റവും സുന്ദരമായ ഒരു മുഖം മാത്രമായി കാണിക്കാൻ കഴിയുന്ന അസാധാരണമായ ഒരു ജാലവിദ്യക്കാരനാണ് പലപ്പോഴും ചിരി. അതുകൊണ്ട് തന്നെ നമ്മുടെ മുഖത്ത് എപ്പോഴും ഒരു പുഞ്ചിരി വിടർത്താൻ നമ്മൾ ശ്രമിക്കുക എന്നത് വലിയ കാര്യമാണ്. ആരെയും അമിതമായി വിശ്വസിക്കരുത്. കാരണം വെളിച്ചം ഉണ്ടാകുന്നതുവരെ മാത്രമേ സ്വന്തം നിഴൽ പോലും നമുക്കൊപ്പം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുക. ഒന്നിനു മുന്നിലും പരാജയപ്പെട്ടിട്ടില്ല എന്നതിനേക്കാൾ എത്രയോ മനോഹരമാണ് ഒരു പരാജയത്തിലും തളർന്നിട്ടില്ല എന്നുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.